അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നന്ദയുടെ വീട്ടിൽ. നമ്മളിങ്ങനെ നന്ദയുടെ ഹോമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുവാണ്. കൂടാരൈ വെല്ലും ശേ ഗോവിന്ദ, കൂടാരൈ വെല്ലും ശേ ഗോവിന്ദ ഒன்றென்னை പാടി പാറൈ കൊണ്ട് ഓരോ പാട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സോങ്സ് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ വീഴാൻ തോന്നും. ഒരാളുടെ പാട്ട് എക്സ്പ്രഷൻസ്, അവരുടെ എഫേർട്ടും എക്സ്പ്രഷൻസ് ഒക്കെ ചുടകമേ തോൾവലയെ തോടേ ശിവേ. അപ്പൊ ഇത് നമുക്ക് നന്ദയുടെ ബെഡ്റൂം കാണാം. എനിക്ക് തോന്നുന്നു എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും നന്ദയുടെ ബെഡ്റൂം കാണാൻ. കാരണം ഒരു സിംഗറിന്റെ ബെഡ്റൂം വീട്ടിലെ ഏറ്റവും വൃത്തിയില്ലാത്തൊരു റൂം അതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നല്ലേ, ഭയങ്കര രസമുണ്ട് ഇത് കാണാന്. നന്ദയുടെ ഫേവറേറ്റ് ആളുകളായിരിക്കും ഇതല്ലേ. ഇതിന്റെ കൂട്ടത്തിൽ എങ്ങനെ പാടും? ഭയങ്കര കുഞ്ഞു കിച്ചണാണ് കേട്ടോ, പക്ഷെ ഭയങ്കര രസമുണ്ട്. ഇവിടെയും കളർഫുൾ ആണ്, അതാണ് അല്ലേ. പിന്നെ അവിടെ എന്റെ തൈക്കൊണ്ടോന്റെ മെഡലാണ്. കുറച്ച് ഞാൻ മാറി നിൽക്കട്ടെ. കുട്ടി തൈക്കൊണ്ടാണോ? ഞാൻ പണ്ട് 10th പഠിക്കുമ്പോഴൊക്കെ പൊന്മൂളം തണ്ടുമൂളും പാട്ടിൽ ഞാൻ കേട്ടു നിന്റെ ഹരിരാഗീതത്തിൻ ആലാപനം പൂവേൽ കോടി നീയും പൊന്നിൽ ഞാൻ കണ്ടു നിന്റെ മലർമേനി ചാർത്തുന്ന പീതാംബരം. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം നന്ദയാണ്. നന്ദയെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പം മലയാളികൾക്കെല്ലാം ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും ഇരുന്ന് കാണുന്ന പ്രോഗ്രാമാണ് നമ്മുടെ സ്റ്റാർ സിംഗർ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ നന്ദ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നന്ദയുടെ വീട്ടിൽ. നമ്മളിങ്ങനെ നന്ദയുടെ ഹോമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പം നന്ദ, നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചാലോ? നന്ദയുടെ ആ ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. എന്താണ് നമ്മുടെ ഇതിന്റെ പേരെന്താണ് നമ്മുടെ വീടിന്റെ? ആക്ച്വലി വീടിന് പേരൊന്നും ഇല്ല. വീടിന് പേരില്ല കേട്ടോ, പേരൊന്നും ഇട്ടിട്ടില്ല. എന്തായിരുന്നു? 6G അല്ലേ? 6G, ഇതാണ് നമ്മുടെ പേര്. ആക്ച്വലി എല്ലാ തറവാടിന്റെ പേരെന്താണ്? നമ്മള് ഫാമിലി പട്ടേത്താട്ട് എന്ന് പറയും. പട്ടേത്താട്ട് വലിയ ഫാമിലിയാ, പക്ഷെ ഇവിടെ ഇല്ല, കണ്ണൂരാണ്. അപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ നന്ദയുടെ ഹോം ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നന്ദ കയറിയാലോ? ഓക്കെ, അപ്പൊ ഇതാണ് നന്ദയുടെ ഒരു കൊച്ചു സ്വർഗം അല്ലേ? കൊച്ചു സ്വർഗം ഒന്നല്ല കേട്ടോ, നല്ല വലിയൊരു സ്വർഗം തന്നെയാണ്. ഭയങ്കര രസമുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഫ്ലാറ്റ് ആണല്ലേ? ഫ്ലാറ്റ് ആണ്. അപ്പൊ ഇവിടെ എത്ര വർഷമായി നിങ്ങള്? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് ഒരു 9 വയസ്സ് തൊട്ട് ഇപ്പൊ ഒരു 12 കൊല്ലമായി ഇവിടെ. 12 വർഷമായിട്ടുള്ള നന്ദയുടെ വീടാണ്. ഞാനാണെങ്കിൽ ആക്ച്വലി നമ്മളിവിടെ ഓൾറെഡി ഇവിടെ വന്നിരുന്നപ്പോഴേ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചെന്നറിയോ, ഈ ക്ലോക്ക് ആണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടില്ല ഈ ക്ലോക്ക് കാണാൻ, ഭയങ്കര രസമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ക്ലോക്ക് കണ്ടിട്ടില്ല. ഇത് എവിടുന്ന് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്താണോ നന്ദ? ഭയങ്കര രസമുണ്ടല്ലോ, ഒരു ഡിഫറെന്റ് ഉണ്ട്. ഇത് ആക്ച്വലി അമ്മയ്ക്ക് ആന്റീക് സാധനങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഇതുപോലത്തെ ഒരു ക്ലോക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഈ ഫ്ലാറ്റ് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 12 കൊല്ലമായില്ലേ, ഓരോ വർഷം കൂടുന്നവരും ഇങ്ങനെ ചെറുതായിട്ട് മാറ്റും. അപ്പൊ ഈ ക്ലോക്ക് അതിലൊന്നായിരുന്നു. അപ്പൊ അമ്മ ഇതിങ്ങനെ മേടിച്ചിട്ട് ഇവിടെ വെച്ചു. എല്ലാരും ഗസ്റ്റ് ഒക്കെ ഇങ്ങനെ വന്ന് നോക്കും, ഇങ്ങനെ നോക്കും. എന്ന് വെച്ചാൽ സമയം നോക്കാൻ ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ആവും. എല്ലാരും വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും, കയ്യിലൊക്കെ പൊട്ടിപ്പോയതാണോ? ആക്ച്വലി എന്റെ അച്ചാച്ചൻ വന്നപ്പോ ഇങ്ങനെ ചോദിച്ചു, മൃദു ഇതെന്താ പറ്റിയേ എന്നുള്ള സാധനം, എന്തായത് ഗ്ലാസ് പൊട്ടിപ്പോയതാണോ ക്ലോക്കിന്റെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഈ ക്ലോക്ക് ഇവിടുത്തെ ഭയങ്കര ഒരു ക്യൂരിയസ് വസ്തുവാണ്. ഞാൻ വന്നപ്പോഴും ഞാൻ വന്നപ്പോ എത്രയായിരുന്നു സമയം? ഞാൻ 6:15 സമയം. അപ്പൊ ആ സമയമായിരുന്നു. ഞാനും വിചാരിച്ചു ഇത് ഓടുന്നുണ്ടോ ഇല്ലയോ, അത് വെറുതെ ഷോയ്ക്ക് മാത്രം വെച്ചേക്കുന്ന സാധനമാണോ? പക്ഷെ ഭയങ്കര രസമുണ്ട്. 6:30 കഴിഞ്ഞു.
ആ അതെ അതെ, നിങ്ങൾക്ക് പിന്നെ ഇത് എന്താ പറയുക ശീലമായതുകൊണ്ട് ശീലമാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഗസ്റ്റ് വരുമ്പോ ഇങ്ങനെ നോക്കും ഇങ്ങനെ എന്താ സംഭവം മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് കുറച്ച് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ, ഒരു എന്താ വെച്ചാൽ അങ്ങനെ കിട്ടാത്തൊരു പീസാണല്ലോ. അതെ, പക്ഷെ എന്റെ അമ്മ അങ്ങനെ വലിയ എക്സ്പെൻസീവ് സാധനം വാങ്ങിച്ചാണോ ഇത്? അമ്മ വാങ്ങിച്ചാ. ഓക്കെ. ഓ ഇപ്പൊ എനിക്ക് ഇത് കാണുന്നവർ മിക്കവാറും ഓ ഇങ്ങനത്തെ ഇനി ഒരെണ്ണം വാങ്ങിക്കണമല്ലോ എന്നിങ്ങനെ വിചാരിക്കുമല്ലോ. അതെ അതെ. ഇവിടെ ആർക്കും എന്താ ചെടി ഇഷ്ടമുള്ളത്? കാരണം ഞാൻ കേറി വന്നപ്പോഴും പുറത്തും കുറെ ചെടികളുണ്ട് കേട്ടോ. പക്ഷെ ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നട്ടു വെക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അമ്മയാണ് അതിന്റെ മെയിൻ ആള്. അമ്മയ്ക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ചെറിയ കടകളിലൊക്കെ ഇങ്ങനെ ചെടി കാണുമ്പോ അപ്പൊ തന്നെ മേടിക്കും. ഓരോ സ്ഥലത്തുനിന്നും പോയി മേടിക്കുന്ന സാധനം അതല്ല, അല്ലാണ്ട് ഇങ്ങനെ ഒറ്റടിക്ക് മേടിക്കുന്നതല്ല. അത് നാട്ടിൻപുറത്തും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലും അമ്മമാരൊക്കെ പോവുകയാണെങ്കിലേ എവിടെ പോയാലും തിരിച്ചു വരുമ്പോ കവറിലൊരു ചെടി കാണും. അതുപോലെ അമ്മയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ ഇങ്ങനെ എടുത്തോണ്ട് വരുന്ന സാധനങ്ങളാണ് കുറെയൊക്കെ. ഇതിന്റെയൊക്കെ പേരെന്താണോ എനിക്ക് ഇതിനൊന്നും അറിയത്തില്ല കേട്ടോ. ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ഇതില്ല. ഇവിടെ കുറച്ച് നല്ല രസമുണ്ട്. ഇതൊക്കെ റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ അല്ലേ? കുഞ്ഞു ചെടികളാണ്. ഇതും ഭയങ്കര രസമുണ്ട്. ഇത് വാട്ടർ അല്ലേ, എന്തോ അറിയത്തില്ല. ഇവിടെ വന്ന് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞറിയാം, ഇവിടെ കുറെ ആന്റിക് പീസുകൾ അല്ലെ, ആന്റിക് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതിന്റെ ആളാരാണ്? അതും എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് ആന്റിക് സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനൊക്കെ ഭയങ്കര വിലയാ. ചില സ്ഥലത്ത് നമ്മൾ ഒറിജിനൽ സാധനമൊക്കെ നോക്കി പോകുമ്പോ ഭയങ്കര വിലവ് കുറവ് കിട്ടുമ്പോ അപ്പൊ തന്നെ അമ്മ മേടിക്കും. ഇതൊക്കെ ആരാണോ? ഇവിടെ കുറച്ച് ബുദ്ധൻ, മുകളിലൊരു വണ്ടി, ഇത് താഴെ നടുക്ക് ബുദ്ധൻ, രണ്ട് മാമന്മാരിപ്പുണ്ടല്ലോ. അത് എനിക്കറിയത്തില്ല. ഒരു മാമൻ മറ്റേ കൊട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരു മാമൻ എന്ത് ചെയ്യാ മൃദംഗം വാങ്ങിക്കുന്നു, പിന്നെ ഒരു ഫാൻ. എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാ ആണല്ലേ? എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. എനിക്ക് വലിയായിട്ട് അറിയത്തില്ല. എനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ല. ഇവിടെ ഒരു ചെടിയൊക്കെ തോന്നിക്കിടപ്പുണ്ട്. ഇതെന്താ നന്ദ? ഇത് ഞാൻ ഇവിടെ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. ഇതിന് ഭയങ്കര രസമുണ്ട്. എന്തത്? ആക്ച്വലി എനിക്കും വലിയ ഐഡിയ ഇല്ല ഇതിനെ പറ്റി. ഇതിനെപ്പറ്റി മമ്മി അടുത്ത് ചോദിക്കണായിരിക്കും നല്ലത്. ആന്റി ആന്റി വരൂ. ഇതെന്താണ് ആന്റി? ഇത് ഞാൻ ഇവിടെ വന്നപ്പോ ഇട്ടിരിക്കുന്നുണ്ട്. ആണോ? ഓ 150 വർഷം പഴക്കമുണ്ടോ? 150 വർഷം പഴക്കമുള്ള ഒരു ആന്റിക് എന്താ മൊന്ത അല്ലേ? ജാമായിട്ടിരിക്കുകയാണല്ലേ. ഈ പണ്ടുള്ളവരെങ്കിൽ പണ്ടൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് ഇങ്ങനത്തെ ആയിരിക്കും. ഓട്ടല്ലേ, ഓട്ട് പാത്രമാണ് ഇത്. 150 വർഷം പഴക്കമുള്ള നമ്മുടെ ഒരു ശരിയാണ്. 150 വർഷം പഴക്കം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള പഴയ തറവാടുകളിലും ഒക്കെ കാണത്തുള്ളൂ. ഇപ്പൊ ആന്റി അവിടെ എനിക്ക് കണ്ണൂര് വലിയ തറവാട്ടുകാരാണല്ലേ? അങ്ങനൊന്നും ഇല്ല കേട്ടോ. ചെറിയ അല്ലേ, ചെറിയൊരു തറവാട്. അപ്പൊ 150 വർഷത്തോളം പഴക്കമുള്ള ഇപ്പൊ അതേപോലെ നമ്മൾക്ക് നന്ദയുടെ കുറെ ഗിഫ്റ്റും കാര്യങ്ങളും അതേപോലെ പ്രൈസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. നന്ദയ്ക്ക് കുട്ടിക്കാലം മുതലേ കിട്ടിയ ഒരുപാട് അവാർഡ്സും അതേപോലെ പ്രൈസുകളൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ നന്ദ? ഏകദേശം എത്ര എണ്ണം കാണും ഇതിനകത്ത്? ഇപ്പൊ കൗണ്ട് ചെയ്തിട്ടില്ല. കൗണ്ട് ചെയ്യില്ല, ഒരുപാടുണ്ട് കേട്ടോ. ഇതിലേറ്റവും ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഏതാണ്? ഇപ്പൊ കൊറേ ഉണ്ടല്ലോ ഇതില്. എല്ലാം സ്പെഷ്യൽ ആണ് എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ഒന്ന് എന്റെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കിട്ടിയതാണ്. അത് കാണുന്നില്ല, എവിടെയോ ഉണ്ട് സാധനം. ഒന്ന് അത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കിട്ടിയ. പിന്നെ ഇത് ഈ പൂർണ്ണത്രേശ സംഗീത സഭ എന്ന് പറയുന്നത്, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാ. അത് ഒരു പ്രാവശ്യം ഞാൻ 2 കൊല്ലം പോയിട്ടുണ്ട്. ആദ്യത്തെ കൊല്ലം പോയപ്പോ 2 പ്രൈസ് കിട്ടിയുള്ളൂ. 2 കൃതിക്കാണ് കിട്ടിയത്. 3 കൃതി നമ്മൾ ചെയ്യണം. അതായത് ത്യാഗരാജ കൃതി ഉണ്ട്, ദീക്ഷിതർ കൃതി, പിന്നെ ഒന്ന് സോളോ. അത് 10 മിനിറ്റിന്റെ ഒരു രാഗം വിസ്താരണം പ്ലസ് കൃതി പ്ലസ് മനോധർമ്മസ്വരം അങ്ങനെ പാടണം. അങ്ങനെ 3 എണ്ണത്തിന് പ്രൈസ് കിട്ടുമ്പോൾ ടോപ്പർ, അതായത് 3 എണ്ണത്തിന് പ്രൈസ് കിട്ടുമ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ള ആൾക്ക് തമ്പുരുമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അത് യേശുദാസ് സാറിന്റെ അച്ഛന്റെ മെമ്മോറിയലിലാണ് ആ തമ്പുരു കൊടുക്കുന്നത്. അപ്പൊ അത് കിട്ടും. അപ്പൊ ഞാൻ ഒരു കൊല്ലം പോയപ്പോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പാടി, അന്ന് 2 എണ്ണത്തിന് കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഫസ്റ്റ് കിട്ടിയ ആൾക്ക്, അതായത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയ ആൾക്ക് ഈ തമ്പുരു കൊടുക്കണമുണ്ട്. അപ്പൊ എനിക്ക് തമ്പുരു വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം ഈ ഇൻസ്ട്രുമെന്റ് കടയിലൊക്കെ പോകുമ്പോൾ
ഇത് ചോദിക്കുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു ഇല്ല, ഞാൻ ഇങ്ങനെ പ്രൈസ് ആയിട്ട് എനിക്ക് ഏൺ ചെയ്തെടുക്കാന്നുള്ള. അപ്പം അങ്ങനെ അടുത്ത കൊല്ലം പോയപ്പോൾ 3 പ്രൈസ് കിട്ടി. അത് ഇവിടെ ഉണ്ടോ? ഉണ്ട് റൂമിൽ. നമുക്കത് കാണാം കേട്ടോ. ഞാൻ എന്താട്ടോ ഇത് എടുത്ത് കാണിക്കാൻ അറിയാവോ, ഒരുപാടുണ്ട്. അപ്പൊ ഇത് എടുത്തു കഴിയുമ്പോ എന്തിനാണ് വെറുതെ, അത് ഭയങ്കരമായിട്ട് കൊളാബായി പോവും. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇതെല്ലാം നമ്മൾക്ക് ഇതിനകത്തുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കലോത്സവങ്ങൾക്ക് തന്നെയാണ്. കലോത്സവം തന്നെ എല്ലാം കലാതിലകമായിട്ടുണ്ടോ? സ്കൂളില്, പക്ഷെ അത് മറ്റേ CBSE ഒന്നും അല്ല, അല്ലാണ്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് അങ്ങനത്തെ സ്റ്റേറ്റ് കലോത്സവം. പഠിച്ചേ? ഞാൻ വിദ്യോദയയിലായിരുന്നു. ഞാൻ CBSE ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റേറ്റ് കലോത്സവം ഇല്ലായിരുന്നു. സഹോദയ ഫെസ്റ്റ് ആയിരുന്നു. സഹോദയ ഫെസ്റ്റിന് ഈ പറഞ്ഞ പോലെ ലൈറ്റ് മ്യൂസിക് കർണാട്ടിക്കിനൊക്കെ പ്രൈസ്. അതാണ് MG യൂണിവേഴ്സിറ്റിയുടെ അനേക. കൊറേ ഉണ്ട് കേട്ടോ ഇവിടെ. കൊറേ നമുക്ക് ഇങ്ങനെ എണ്ണാൻ പറ്റത്തില്ല, അതേപോലെ പ്രൈസുകളുണ്ട്. അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാത്തിനും പ്രൈസ് കിട്ടാറുണ്ടല്ലോ നന്ദയ്ക്ക്? ഞാൻ ആദ്യമൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടില്ലായിരുന്നു. ബിക്കോസ് ഞാൻ അങ്ങനെ പാട്ട് ഫോമലായിട്ട് പഠിച്ചു തുടങ്ങുന്നത് കോമ്പറ്റീഷന് പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ്. കുഞ്ഞിലെ മുതൽ പാട്ടൊന്നും അങ്ങനെ കുഞ്ഞിലെ മുതൽ പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ കോമ്പറ്റീഷൻ ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ പക്ക കർണാട്ടിക് അതൊന്നും പഠിച്ചിട്ടില്ല. കോമ്പറ്റീഷന് വേണ്ടി ഒരു കൃത്യമായിട്ട് ഇങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ നോളജ് ഇല്ല. ഞാൻ ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങുന്നത് കർണാട്ടിക് മര്യാദക്ക് തിയററ്റിക്കലി ആയിട്ട്. പിന്നെ അവിടെ എൻ്റെ തൈക്കോണ്ടോന്റെ മെഡലാണ്. കുറച്ച് ഞാൻ മാറി നിൽക്കട്ടെ. കുട്ടി തൈക്കോണ്ടോ ആണോ? ഞാൻ പണ്ട് 10th പഠിക്കുമ്പോഴൊക്കെ 10th വരെ ഞാൻ ചെയ്യാറ്. ഇതിന്റെ ഒരു ഹയസ്റ്റ് ഇതെന്നാണ് നമുക്ക് കിട്ടുന്നത്? അത് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ബ്ലാക്ക് ബെൽറ്റ് നമ്മള് കരാട്ടെ പോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് ആണ് അല്ലേ? ബ്ലാക്ക് 10 ഉണ്ട്, ബ്ലാക്ക് 1 മുതൽ 10 ഉണ്ട് എനിക്ക്. പക്ഷെ ഞാൻ ഗ്രീൻ ബ്ലൂ വരെ എത്തിയിട്ടുള്ളൂ. ഞാൻ അതിനുശേഷം ഞാൻ നിർത്തി. പിന്നെ പാട്ടും ഇതൊക്കെയാണ്. ഞാനും പണ്ട് വരെ കരാട്ടെ ഒക്കെ പഠിക്കാൻ പോയതാ. എനിക്ക് യെല്ലോ ബെൽറ്റ് കിട്ടിയപ്പോഴത്തേക്ക് മതിയായി, നിർത്തി. രസമായിരുന്നു. ശരി, അതൊക്കെ പഠിക്കുമ്പോ അന്നൊക്കെ മറ്റേ വീരശ്വര പരാക്രമം, ഇപ്പം മറ്റേ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്. 2 ദിവസം പോയി കഴിഞ്ഞാൽ നിർത്തും കേട്ടോ. ഇവിടെ പ്രണയവിലാസത്തിന്റെ കൂടെ ഒരു നമുക്ക് എന്താ ഒരു ഷീൽഡ് പോലെ ഇരിപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു പ്രണയവിലാസത്തിൽ പാടിയിട്ടുണ്ട് നന്ദ. ഏത് പാട്ടായിരുന്നു നന്ദ? അത് കാതൽ മരങ്ങൾ പൂക്കണേന്ന് പറഞ്ഞു ഷാൻ റഹ്മാന്റെ. അപ്പൊ അന്ന് 50th ഡേ സെലിബ്രേഷന് പോയപ്പോ അങ്ങനെ കിട്ടിയതാ. ആ രണ്ടുപേരും നമുക്ക് വേണ്ടി ഒന്ന് പാടും, നമ്മളിങ്ങനെ കാണുന്നതിന് ഇടയ്ക്ക്. ഓക്കെ. രാവിൻ റേഡിയോ മുരണ്ടുരുണ്ടു പാടുന്ന പാട്ട്, നാവിൽ ഓളുന്ന കേട്ട്. ബാക്കി എനിക്ക് ലിറിക്സ് അറിയത്തില്ല കേട്ടോ. ഞാൻ ഓർക്കട്ടെ, എനിക്ക് ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ പാടായിരുന്നു. ഇല്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ വേറൊരു പാട്ട് പറയട്ടെ. ഞാനിങ്ങനെ നന്ദ ഇങ്ങനെ വെറുതെ റൂമിലൊക്കെ ഇരുന്ന് പാടൊരു പാട്ട് കേട്ടപ്പം ഞാൻ ഇന്നാണ് പിന്നെ ആ പാട്ടിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചത്. അതായത് പൊന്നുളം തണ്ണൂളും ആ പാട്ടില്ലേ, നല്ല രസം ഉണ്ടായിരുന്നു. ആ പാട്ടൊന്ന് പാടുമെന്ന്. അതിന്റെ ലിറിക്സ് ഓർമ്മയുണ്ടല്ലോ? അല്ലാതെ ഓർമ്മയുണ്ട്. ഞാൻ ഇത് ആക്ച്വലി മെയിൽ പോർഷനാ പാടി. അപ്പൊ എന്റേത് തുടങ്ങുന്നത് അനുപല്ലവിയില. അപ്പൊ അവിടെ തൊട്ട് തുടങ്ങുന്ന ഒരു സുഖമില്ല. എന്നാ ഈ പാട്ടൊന്ന് പാടും. ഇത് ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ മറന്നേ പോയി ചില പാട്ടുകൾ. ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ നോക്കുമ്പോഴാണ് ആ പാട്ടുകൾ വരുന്നത്. അതെ അതെ. പൊന്മൂളം തണ്ടുമൂളും പാട്ടിൽ ഞാൻ കേട്ടു നിന്റെ ഹരിരാഗഗീതത്തിൻ ആലാപനം, പൂവേൽ കോടി നീയും പൊന്നിൽ ഞാൻ കണ്ടു നിന്റെ മലർമേനി ചാർത്തുന്ന പീതാംബരം, പൊന്മുളം തണ്ടുമോളും. കളാടിപൊളി. ഇവിടെ ബുക്സ് ആർക്കാ ഇഷ്ടമുള്ളത്? ബുക്സ് ഞാൻ അച്ഛനും വായിക്കും. അമ്മ പണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അമ്മയുടെ കുറച്ച് ബുക്സ് ഉണ്ട്. അപ്പൊ അച്ഛൻ നന്നായിട്ട് വായിക്കും, ഞാനും വായിക്കും. ഇവിടെ മറ്റേ ലോകത്തെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? കാരണം 2 ഗ്ലോബ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് കുഞ്ഞിൽ അച്ഛൻ മേടിച്ചു തന്നു. പിന്നെ ചിറ്റയും നല്ലതായിട്ട് വായിക്കും. ഞാൻ പണ്ട് ഹാരി പോട്ടറിന്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ ഹാരി പോട്ടർ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ചിറ്റയാ. അപ്പൊ ചിറ്റ ഇങ്ങനെ കുറെ ഹാരി പോട്ടർ വായിച്ചേ പിന്നെ നമുക്ക് പുതിയ
പുതിയ ഓരോരോ ബുക്സ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ വായിച്ച് പോകും. രസമാണ് അല്ലേ? എല്ലാ വീട്ടിലും പോകുമ്പോൾ ഞാനിപ്പോ കാണാറുണ്ട് ഒരു നടരാജ വിഗ്രഹം. അത് അമ്മയുടെയാണോ? അത് അമ്മയുടെയാണ്. അതൊരു ആന്റിക് പീസ് അമ്മയുടെ തന്നെയാണ്. പിന്നെ മുകളിൽ ഇങ്ങനെ സ്പെഷ്യൽ കുറച്ച് പ്രൈസുകൾ വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ വലുതായതുകൊണ്ടാണ് വെച്ചേക്കുന്നതാണോ അതോ സ്പെഷ്യൽ? ഇതിന്റെ ഉള്ളിൽ സ്ഥലമില്ല, ഷെൽഫ് ഫുൾ നിറഞ്ഞു. ഇത് കുറച്ച് വലുതാണല്ലോ, സൈസിൽ വലുപ്പമുള്ളത് കൊണ്ട് അതിനകത്ത് ഫിറ്റ് ആവില്ല, അതുകൊണ്ട് മോളി വെച്ചു. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. കാരണം പല പല ഷേപ്പിലല്ലേ ചില നമുക്ക് ഈ പ്രൈസുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. കാരണം അതിന്റെ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇങ്ങനെ ഭയങ്കര രസമല്ലേ കണ്ടിരിക്കാൻ. ഇവിടെ തന്നെ ഈ കലാപ്രതിഭയുടെ ഒരു ഇരിപ്പുണ്ട്, അത് ഭയങ്കര ഒരു രസമുണ്ട് അല്ലെ, വേറൊരു ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ എന്താ അടുത്തത് കൊച്ചിൻ ക്യൂൻ സിറ്റിയുടെ അത് ഒരു കോമ്പറ്റീഷനിൽ. പിന്നെ ഒരു നടരാജ വിഗ്രഹം, പിന്നെ ലുലു സ്പാർക്കീസ് ലിറ്റിൽ സ്റ്റാർ 9th ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ചേച്ചി. അത് രണ്ടും അതിന്റെ തന്നെയാണ്. ഓക്കെ, നമുക്കിപ്പോൾ അടുത്തത് നമുക്ക് നന്ദയുടെ റൂമും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ആർക്കാണ് യെല്ലോ കളർ ഇഷ്ടം? ഞാൻ നോക്കുമ്പോൾ സാധാരണ ഇങ്ങനെ ഈ യെല്ലോ ഞാൻ അങ്ങനെ സോഫയും കാര്യങ്ങളൊന്നും കാണാറില്ല ഈ കളർ. കാരണം നമ്മുടെ വീടുകളിൽ വരുമ്പോഴത്തേക്കിന് ചെളി പിടിക്കാത്ത കളർ എടുക്കണം അല്ലേ? അതല്ലേ എടുക്കുന്നത്? ആക്ച്വലി ഞങ്ങൾ അതായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് ഇത് വന്ന സമയത്ത് ഇത് പഴയ ഫേർണിച്ചറാണ് ഞങ്ങൾക്ക്. എൻ്റെ പഴയ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന പഴയത് ഭയങ്കര ചെറിയ ഫ്ലാറ്റായിരുന്നു. അപ്പൊ അന്നേരം ഉണ്ടായിരുന്ന ഫേർണിച്ചറാണ് ഇതൊക്കെ. ഇത് ആക്ച്വലി ദിവാനായിരുന്നു. അതിന്റെ ഇത് യൂസ് ചെയ്തോറും എന്താ പറയാ, അതിന്റെ ഇത് ഒടിഞ്ഞു പോയി, ഹെഡ് റെസ്റ്റ് ഒടിഞ്ഞു പോയി. അപ്പൊ അതിന് ഇങ്ങനെ ആക്കി എടുത്തു. പിന്നെ ആക്ച്വലി ഈ സോഫ പണ്ടത്തെ ഇതിന്റെ ചീത്തയായി പോയി, പിന്നിപ്പോയി. കുറെ വർഷമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നോണ്ട് അത് പിന്നിപ്പോയപ്പോ ഞങ്ങള് ഇതിന്റെ ഇത് മാറ്റിയതാ. എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി ആന്റിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. കാരണം നോർമലി വുഡിന്റെ ഒക്കെയാണ് കീ ഹോൾഡർ ഞാൻ കാണുന്നത്. ഇവിടെയും ഒരു ചെറിയ ആന്റിക് ടച്ച് ഉള്ള സാധനം തന്നെയാണ് ഈ കീ ഹോൾഡറിനും കിടക്കുന്നത്. അവിടെ ഒരു ആന്റി എടുത്തു വെച്ച് എല്ലാം മമ്മിജിയുടെ അല്ലേ കരവരുത്. ഇവിടെ മറ്റേ പെയിന്റിംഗ് ഉണ്ട്, ഇത് ഇവിടെ നമ്മള് വരച്ചതാണോ അതോ? അല്ലല്ല, ഇത് എവിടെന്നോ മേടിച്ചത്. ആക്ച്വലി ഞാൻ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇതൊക്കെ അമ്മയുടെ കലാവിരുന്നാണ് ഇവിടെ കാണുന്ന എല്ലാം. വർഷങ്ങളോളം അമ്മ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൈവച്ച് സമയമാകുമ്പോ ഇഷ്ടം തോന്നുമ്പോ ഇങ്ങനെ മാറ്റും. ആണല്ലേ? ഇത് കിച്ചൺ ഇവിടെയാണ് കേട്ടോ. കിച്ചൺ അകത്തേക്ക് കയറാമല്ലോ അല്ലേ? കയറിക്കോ. നമുക്ക് കിച്ചൺ കാണാം. ഭയങ്കര കുഞ്ഞു കിച്ചണാണ് കേട്ടോ, പക്ഷെ ഭയങ്കര രസമുണ്ട്. ഇവിടെയും കളർഫുൾ ആണ്, അതാണ് അല്ലേ? അതേപോലെ സൂപ്പർ മാർക്കറ്റിലേക്ക് നോക്കുന്ന പോലുണ്ട്. എന്താ ഇവിടുത്തെ കിച്ചണിന്റെ അവകാശം എവിടെ? ആന്റി എനിക്ക് മനസ്സിലായി, ഇവിടെ കയറിയപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു സൂപ്പർ മാർക്കറ്റിലേക്ക് നോക്കുന്ന പോലെയാണ്. കാരണം ഭയങ്കര അടുക്കും ചിട്ടയോടുകൂടി ഓരോ സാധനങ്ങൾ, ഒരു സാധനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടില്ല. ആന്റി അടി ഉണ്ടാവുന്ന ഒരു പ്രധാന കാരണം ഞാൻ മാത്രമേ ഇത് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും അതെങ്ങനെ വൃത്തികേടാക്കാം എന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ അമ്മമാരാണല്ലോ, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും അമ്മമാരാണ് അതിനകത്ത് കയറി എല്ലാം ചെയ്യുന്നത്. അപ്പം ആന്റിക്ക് നിർബന്ധമുണ്ടോ ഇങ്ങനെ തന്നെ എല്ലാം? ആന്റിയുടെ ഒക്കെ ഒരു OCD എന്നൊക്കെ പറയും, പക്ഷെ ഇത് OCD ഇല്ല. നമുക്കൊരു എല്ലാം ഒരു വെച്ച സ്ഥാനത്ത് വെക്കാന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ കണ്ണു, ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോ പാത്രം കഴുകും. അനിയൻ പാത്രം കഴുകും ടേൺ ബൈ ടേൺ എടുത്ത്. അപ്പോൾ ചില സമയത്ത് അമ്മ വീണ്ടും ചെയ്യും. ഞങ്ങൾ കഴുകിയ പാത്രം വീണ്ടും വന്ന് വൃത്തിയാക്കും. അന്നുവെച്ചാൽ അത്രയ്ക്ക് അമ്മ ചെയ്യുന്ന വൃത്തിയിൽ വന്നില്ലെങ്കിൽ ഇങ്ങനെ, അപ്പൊ അതുപോലെ ചെയ്യും. അങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. ആന്റിക്ക് ഇഷ്ടമുള്ള കളർ കാര്യങ്ങളും ഒക്കെയാണോ ഇന്നത് ചെയ്ത് വെച്ചേക്കുന്നത്? കാരണം ആന്റിയാണല്ലോ കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. ഫ്ലാറ്റ് ഇന്റീരിയർ ചെയ്ത് ആക്ച്വലി ഹസ്ബൻഡ് കൺസ്ട്രക്ഷൻ ആണ്, പക്ഷെ മൂപ്പര് ഈ ഫ്ലാറ്റ് നമ്മള് ഇങ്ങോട്ട് മാറിയുന്ന ആ ഒരു സമയത്ത് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഈ കംപ്ലീറ്റ്ലി ഇന്റീരിയറും സംഭവങ്ങളും ഒക്കെ എന്റെ തലയിലായി. അപ്പൊ ഇത് എന്റെ ഭയങ്കരമായ കഴിവുകൊണ്ടല്ലേ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ സമയത്ത് ഈ നാനോ കാറില്ലേ, അതിന്റെ കളർ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. യെല്ലോ കുറച്ചുകൂടെ ഒരു ഓറഞ്ചിഷ് ആണ്. എനിക്ക് അത്രയും പോണ്ടായിട്ട് ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് കളർ ഗ്രേയും യെല്ലോയും കൂടി. ഇത് ഞാൻ പറയുമായിരുന്നു, കാരണം സോഫയൊക്കെ നോർമലി നമ്മൾ ഈ യെല്ലോ കളർ കാണാറേ ഇല്ല. കാരണം ചെളി പിടിക്കുന്നു പറഞ്ഞാൽ ആരും അത് എല്ലാം ബ്രൈറ്റ് ആണ്. ഇവിടെ നമ്മൾ കിച്ചണിൽ വരുമ്പോഴേ യെല്ലോ കളർ. അതാണ് ഇവർ സൂപ്പർ മാർക്കറ്റിലേക്ക് നോക്കുന്ന പറയുന്നത്. ഇവിടെ ഫുൾ മറ്റേ എല്ലാം റെഡിയാക്കി ആന്റിയുടെ മിടുക്കൊണ്ട് തന്നെ ഇതിങ്ങനെ പോകുന്നത്. ഇവിടെ എന്താ ആന്റി വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നമ്മുടെ കിച്ചണിലുള്ള? ഒന്നുമില്ല, ഇത് ഭയങ്കര ചെറിയ കോമ്പാക്ട് ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള കിച്ചണാണ്. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇപ്പൊ
ഹസ്ബൻഡിന്റെ അമ്മയോ ഒക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്കൊക്കെ ഭയങ്കര അതിശയാണ്, ഇത് എങ്ങനെ നീ ഇതിനകത്ത് നിന്ന് വർക്ക് ചെയ്യണമെന്ന് ചോദിക്കും. അത്രയ്ക്കും ചെറുതായിട്ട്. അവിടെ ഹസ്ബൻഡ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാല് വലിയൊരു അടുക്കള, അത് കൂടാണ്ട് വർക്ക് ഏരിയ, പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ്, സ്റ്റോർ റൂം, അത്രയും ഉണ്ട്. എന്നാ പോലും അവർക്ക് മതിയാവില്ല സ്ഥലം. അപ്പൊ അപ്പോഴാണ് ഞാൻ ഒരു കുഞ്ഞ് സ്ഥലത്ത് വെച്ച്. പക്ഷെ ചെറിയ സ്ഥലമാണല്ലോ നമുക്ക് പീസ്ഫുൾ ആയിട്ട് നിന്ന് ചെയ്യാൻ പറ്റും. എനിക്കിത് എനഫാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ കളർ പാലറ്റ് ആണ് അടിപൊളി. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഗസ്റ്റുകൾ വന്നാലും ഇവിടെ നിൽക്കാൻ ഇങ്ങനെ നമുക്കൊരു ഇഷ്ടമാണ്. ആന്റി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, കുപ്പികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു കളർഫുള്ളായിട്ട്. ഇതാണ് ആന്റി ചെടിയുടെ ആളാണെന്ന് പറഞ്ഞിരുന്നു, കിച്ചണി വരെ ചെടികൾ വെച്ചിട്ടുണ്ട്. കിട്ടാത്തവർക്കല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണത്. ഒരു ഏട്രിയം പോലെയാണ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല്. അപ്പൊ അവിടെ മുകളിൽ നിന്ന് നല്ല ലൈറ്റ് കിട്ടും. ഇത് മോഡുലാർ അങ്ങനെ ഒന്നുമല്ലേ ആന്റി പറയുന്നത്? എന്താ ഇതിന് പറയുന്നത്? ചിമ്നി. ഇതൊക്കെ ഇത്രയും വർഷം പഴയതാട്ടോ, താമസിച്ചപ്പോ തൊട്ട് അതിനൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. കിച്ചൺ ഭയങ്കര രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു വീടുണ്ടാക്കുവാണെങ്കിൽ ഞാൻ കുഞ്ഞൊരു കിച്ചണിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്നറിയോ, ഇങ്ങനത്തെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും സമ്മതിക്കത്തില്ല. കാരണം പറയും ഫ്രണ്ട്സ് പറയും കേട്ടോ, അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ്സ് സമ്മതിക്കില്ല. അവർക്ക് ആ ഒരു വുഡൻ ഇത് തന്നെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഇത് പിന്നെ പുള്ളി ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ടും കൂടി എനിക്ക് ആ ഫ്രീഡം ഉണ്ടായിരുന്നു കളർ ചൂസ് ചെയ്യാനുള്ളത്. തിരിച്ചു വന്നപ്പോ അങ്ങനെ വെച്ചു, എന്തോടി കാണിച്ചു വെച്ചേക്കുന്നല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഇവിടെ എല്ലാം നമ്മളൊക്കെ താഴെ ഇങ്ങനെ എല്ലാം താഴേക്ക് വെക്കുമ്പോൾ സ്പേസ് ചെറുതായത് കൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ സ്റ്റോറേജ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു സാധനത്തിലാണ് ഇത് ഓൺലൈൻ കണ്ടത്. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ നന്ദയുടെ ആന്റിയുടെ പേരെന്താ ഞാൻ ചോദിക്കുന്നത്? മൃദുല ആന്റിയുടെ ഒരു ഭയങ്കര എന്താ പറയുക കഴിവ് തെളിയിച്ച ഒരു മേഖലയാണ് കിച്ചൺ. അപ്പൊ ഇത് നമുക്ക് നന്ദയുടെ ബെഡ്റൂം കാണാം. എനിക്ക് തോന്നുന്നു എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നന്ദയുടെ ബെഡ്റൂം കാണാം. കാരണം ഒരു സിംഗറിന്റെ ബെഡ്റൂം കാണാം. ഏറ്റവും വൃത്തിയില്ലാത്തൊരു റൂം അതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എല്ലാരും ആഗ്രഹിക്കുന്നല്ലേ ഒരു സിംഗറിന്റെ ബെഡ്റൂം എങ്ങനെയായിരിക്കും എന്ന്. കാരണം നമ്മൾ സിനിമകളിലൊക്കെ നോക്കുമ്പോഴത്തേന് പല പല ഭയങ്കര അടിച്ചു പൊളിച്ചൊക്കെ വെച്ചേക്കുന്ന ഒരു റൂം ആയിരിക്കുമല്ലോ. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. വാ നന്ദ, നന്ദ തന്നെ കാണിക്കും. ആന്റി പറയുന്നത് എന്തെന്നറിയോ, ഇവിടെ ഏറ്റവും വൃത്തിയില്ലാത്ത റൂം അതാണെന്ന്. പക്ഷെ ഒരു കുഴപ്പമില്ലല്ലോ. ഹായ്, ഇത് എന്താണിത്? നന്ദയുടെ ഫ്രണ്ട്സ് ആണോ ഇതെല്ലാം? ഇതെന്റെ ഒരു 17th or 18th ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്ത ഫ്രെയിമാണ്. ഇതാണോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്താ പേര്? നിവേദിത. അമ്മൂന്ന് ഞാൻ വിളിക്കും. അത് കുഞ്ഞിലെ തൊട്ട് ഞങ്ങള് 3ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും ഉണ്ട്. ആള് ബാംഗ്ലൂരാ. മിണ്ടാറുണ്ട്, ഇവിടെ വരുമ്പോ ഒക്കെ കാണും. പക്ഷെ ഈ ഡിസ്റ്റൻസ് ഉള്ള കാരണം ഒരു ഇതാണ് നമ്മുടെ നന്ദയുടെ റൂം. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നല്ലേ, ഭയങ്കര രസമുണ്ട് ഇത് കാണാന്. നന്ദയുടെ ഫേവറേറ്റ് ആളുകളായിരിക്കും ഇതല്ലേ? ഇത് ഞാൻ എങ്ങനെ അത് വാക്കുകളിലാക്കുന്നു ഞാൻ ആലോചിക്കുന്നത്. കാരണം ഓരോ പാട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സോങ്സ് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ വീഴാൻ തോന്നുന്നു. ഒരാളുടെ പാട്ട് എക്സ്പ്രഷൻസ്, അവരുടെ എഫേർട്ടും എക്സ്പ്രഷൻസ് ഒക്കെ കേട്ടിട്ട്. ഇവിടെ ചിത്രാമ്മ ഇത് കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. ഈ വീഡിയോ വരുമ്പോഴേക്കും ചിത്രാമ്മ ഇത് കാണാൻ പോകുന്നത്. കാരണം ഞാൻ ഈ നന്ദയുടെ ഒരു ഭാഗ്യത്തെ പറ്റി ആലോചിക്കും. കാരണം നമ്മൾ ഇത്രയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകൾക്കൊപ്പം അതിൽ ഒരാളാണല്ലോ ചിത്രാമ്മയുടെ അടുത്ത് ഇന്ന്, അല്ലെങ്കിൽ അല്ലേ ചിത്രാമ്മയുടെ മുമ്പിൽ പാടാൻ സാധിക്കുന്നതും ഒരു ക്ലോസ് സർക്കിൾ തന്നെയാണല്ലോ ഇപ്പൊ നിങ്ങളല്ലേ? എനിക്ക് പറയുമ്പോ തന്നെ കണ്ണു നിറയും. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ചെറുപ്പം മുതൽ കേൾക്കുന്ന പാട്ടുകളില് ഒരു ശബ്ദമാണ് ചിത്രം. അപ്പൊ ഞാൻ ബെഡ്റൂമിലുള്ള ഒരാളുടെ എന്റെ ബെഡ്റൂമിലുള്ള ഫോട്ടോ, പിന്നെ എന്നും കേൾക്കുന്ന പാട്ടുകളിലെ ശബ്ദം, സ്റ്റാർ സിംഗർ കാരണം എനിക്ക് ശരിക്കും ഭയങ്കര എന്താ പറയാ, എല്ലാവരുടെയും ഒരു ഡ്രീം സ്റ്റേജ്, ഡ്രീം പ്ലാറ്റ്ഫോം ആയിരുന്നു ഏതൊരു സിംഗറിന്റെയും. ഇപ്പൊ കേരളത്തിലെ ഉള്ള ഏതൊരു സിംഗറിന്റെയും ഒരു ഡ്രീം പ്ലാറ്റ്ഫോമാണ് സ്റ്റാർ സിംഗറും. പിന്നെ KS ചിത്രയുടെ മുമ്പിൽ ഇങ്ങനെ പാടും. ജാനകിയമ്മ. ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഫോട്ടോസ്. റഹ്മാൻ സാറ്, പിന്നെ ആരൊക്കെയാണ്? ഇത് ആശാജി, ടേലർ സ്വിഫ്റ്റ് എന്റെ ഒരിടയ്ക്കുള്ള ബ്രാൻഡ്. ഇത് ബോംബെ ജയശ്രീമാൻ. ഇത് ഫാമിലി ഫോട്ടോ. ബിയോൺസെ. ഇത് സുനിധി ചൗഹാൻ. ഇത് സുശീലാമ്മ. ഇത് എഴുതിയിരിക്കുന്ന എല്ലാം അത് ഞാനൊരു 6ാം ക്ലാസ്സിൽ എഴുതിയതാ. പ്ലീസ് ഡോണ്ട് നോക്കട്ടെ. എവരിതിങ്സ് പോസിബിൾ ഇഫ് യു ഹാവ് ഗോട്ട് ഇനഫ് നെർവ്. ഞാൻ പറഞ്ഞില്ലേ ഹാരി പോട്ടർ ഫാനായിരുന്നു. അപ്പം ജിമ്മിയുടെ അതിലൊരു കോട്ടാണത്. സിംഗ്, ഡാൻസ്, ഡ്രീം, കോൺകർ. കുറെ അടുത്തൊക്കെ ഞാൻ കണ്ടു. കോൺകർ ഫ്രം വിത്തിൻ. എന്താണ് ഇതിന്റെയൊക്കെ ഒരു അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം?
അയ്യോ, അത് എനിക്ക് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പം ഏറ്റവും ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പാട്ടിന്റെ ട്യൂൺ. എന്ന് വെച്ചാൽ മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആബ്സ്ട്രാക്റ്റ് ആണ്. അതിന് പ്രത്യേകിച്ച് നമുക്കതൊരു ഫോം ആക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതെങ്ങനെയൊക്കെയോ ആൾക്കാരെ കണക്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്, മ്യൂസിക്കുമായിട്ട്. ആണ് കോൺകർ എന്നുള്ള സാധനം. ഓക്കെ, ഇവിടെ രണ്ട് ഗിത്താർ, ഇത് രണ്ടും ഗിത്താർ തന്നെയല്ലേ? ഇത് യൂക്കലേലെ, അത് ഗിറ്റാർ. ഓക്കെ, രണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത് കണ്ടിട്ടുള്ളതല്ലാതെ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഗിത്താറാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നന്ദയുടെ സ്വന്തം, ഇത് ഗിഫ്റ്റ് ചെയ്തതാണോ? ഇത് അങ്കിള് തന്നതാ, എന്റെ അങ്കിള് തന്നതാ. ഇത് ഞാൻ മേടിച്ചതാണ്. ഇത് പ്ലേ ഇതും കൊണ്ടാണെന്നല്ല നമ്മൾ ഞാൻ കവർ ചെയ്യുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, തന്നെ പഠിക്കുന്നതാണ്. ആ കുഞ്ഞു ഫോട്ടോ ആയിരുന്നു, നന്ദയാണോ അത്? ഇത് ഞാനാ. That is me. നന്ദ, നന്ദക്കുട്ടി, ഇതെല്ലാം നന്ദയുടെ ഫ്രണ്ട്സ് ആണല്ലേ? എല്ലാം എന്റെ ഫ്രണ്ട്സ് അല്ല. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞ. ഞങ്ങള് അവളുടെ കൂടെ 9th മണാലി പോയതാ, അവളുടെ ഫാമിലിയുടെ ഒപ്പം. ഞാനും ഒറ്റയ്ക്ക്, അമ്മയൊന്നും വന്നില്ല. ഇവിടെ നന്നൊക്കെ ഒരു ഷെൽഫൊക്കെ ഉണ്ട്, നോക്കട്ടെ എന്തേലും. ഇവിടെ ഞാൻ വേറെ കാര്യം കൂടെ കണ്ടു, ഒരു ലവ് ഒക്കെ എഴുതിയേക്കുന്ന കണ്ടു. ആക്ച്വലി എന്താന്നറിയോ, ഡു വാട്ട് യു ലവ് ആയിരുന്നു. പക്ഷെ എനിക്കിത് അവിടെ കുറച്ച് വൃത്തികേടായിപ്പോയി സാധനമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ റഹ്മാൻ സാറിന്റെ ഫോട്ടോ ആക്ച്വലി കുറച്ചുകൂടെ മുകളിൽ വെക്കണം എന്നായിരുന്നു. അവിടെ അതുള്ളത് കൊണ്ട് ഞാനിങ്ങനെ. ഇത് അച്ഛനും നന്ദയാണോ? അതെന്റെ അച്ഛനാണ്, പണ്ടത്തെ അച്ഛന്റെ കോലം. യങ് ഡാഡി, യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡാഡി. അപ്പൊ അമ്മ പരാതി പറയാറുണ്ടോ എന്റെ ഫോട്ടോ എന്ത് ഇവിടെ? അങ്ങനെയൊന്നും പറയാറില്ല. കാരണം എന്റെ ഫോണിലെ വാൾപേപ്പർ ഞാൻ അമ്മ നിൽക്കുന്നതാണ്. ഭയങ്കര രസമുള്ളൊരു ടേബിള്. ഇത് നന്ദ ഇവിടെ ഇരുന്നായിരിക്കും അല്ലേ പാട്ടുകൾ എഴുതുന്നതും? പാട്ടുകൾ ഞാൻ ആക്ച്വലി ബെഡിലിരുന്നിട്ടാണ് പാട്ട് പഠിക്കുന്നത്. ഇതെന്റെ ലോ ബുക്സ് ആണ്. ഇതിൽ കുറെ എന്റെ ഇതെന്റെയാണ്, ഇത് രണ്ടും എന്റെ ഫ്രണ്ടിന്റെയാണ്. അപ്പൊ എക്സാമിന്റെ സമയത്ത് ഞാൻ പഠിക്കുന്നത് ഇവിടെ ഇരുന്നാണ്. ഇങ്ങനെ നടക്കും, ഇതിങ്ങനെ ഇവിടെ ഫുള്ള് ഇരുന്ന് നടന്നിട്ട് നന്നായിട്ട് വായിക്കുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ തന്നെ ഇതായിരിക്കും ഇപ്പൊ കറന്റ് വായിച്ചോണ്ടിരുന്ന ബുക്ക്. തീർന്നു. ആക്ച്വലി ഇത് ഞാൻ രണ്ടാമത്തെ തവണ വായിക്കുന്നത്. കൈറ്റ് റണ്ണർ, ഖാലിദ് അല്ലേ? ഇതെങ്ങനെയുണ്ട് പുസ്തകം? എനിക്ക് കരയണം തോന്നുമ്പോ വായിക്കുന്ന ബുക്കായത്. അത് നന്നായിട്ട് കരയാൻ പറ്റും. നന്നായിട്ട് കരഞ്ഞ ഒരു വിധം ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന മാത്രല്ല, എനിക്ക് പെട്ടെന്ന് ഹാർട്ടിലോട്ട് ഞാൻ കാര്യങ്ങൾ എടുക്കും. പക്ഷെ ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കുറവാ. പക്ഷെ ബുക്ക് വായിക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അതിന് സഹായിക്കുന്നത് ആർക്കെങ്കിലും കരയണമെങ്കിൽ നമ്മൾ ഈ ബുക്ക് അല്ല, നമ്മളെ എന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് മറ്റേ ഇത് എന്തായിരുന്നു, മെഡിമിക്സ് അല്ലേ? മെഡിമിക്സിൽ വരച്ചല്ലേ അത് അല്ലേ? അതേപോലെ എന്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് എനിക്ക് നന്ദ സജസ്റ്റ് ചെയ്ത ബുക്കാണ്. കരയണമെങ്കിൽ നമ്മൾ ഈ ബുക്ക് വായിച്ചാൽ മതി എന്നുള്ളത്. ഇതാ ഇവിടെ ടെഡി ബിയർ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നന്ദക്ക് ടെഡി ബിയർ ഭയങ്കര ഇഷ്ടം. ടെഡി ബിയർ ആക്ച്വലി ഞങ്ങളുടെ സ്റ്റാർ സിംഗറിൽ ഞങ്ങളുടെ എല്ലാവരെയും നോക്കി നടത്തുന്ന, എല്ലാ കണ്ടസ്റ്റൻസിനെയും നോക്കി നടത്തുന്ന മൻസൂർക്ക തന്നതാ. എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, എല്ലാവർക്കും കൊടുത്തില്ല, എനിക്ക് തന്നു. ഞാൻ ഇങ്ങനെ മൻസൂർക്കയുടെ ഒരു കടയുണ്ട് ബ്രോഡ്വേ. അപ്പൊ ഞാനും ശ്രീരാഗും ഗോകുലൊക്കെ കൂടെ ഒരു ദിവസം അവിടെ മറൈൻ ഡ്രൈവിൽ പോയി. അങ്ങനെ മൻസൂർക്ക അടുത്ത് ഇങ്ങനെ ഹായ് മൻസൂർക്ക ടെഡി ബിയർ കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോ മൻസൂർക്ക മോള് വെച്ചോ, അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. ഇത് റേഡിയോ അല്ലേ? അത് അല്ലല്ല, ഇത് ശ്രുതി ബോക്സ്. അയ്യോ, ഇങ്ങനെ ശബ്ദം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. സോറി, എന്നോട് മറ്റേ പാട്ട് പാടുന്നത് എന്നോട് ക്ഷമിക്കാൻ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോ എന്താ. അത് ഞാൻ ശ്രുതി ബോക്സ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്ന് കാണിക്കുമോ എന്നെ? ഓരോ ശ്രുതിയായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഡിയിലാ കിടക്കുന്നത്. ഡി ഷാർപ്പ്, ഇ, നമുക്ക് ഏത് ശ്രുതിയാണോ വേണ്ടത് അങ്ങനെ ചെയ്യാം. അതെന്താ പറയാ, ഞാൻ നന്ദയുടെ വീഡിയോസ് കാണുമ്പോഴേ നമുക്ക് ആ പുറകിൽ ശ്രുതി കേൾക്കാം. അപ്പൊ ഞാൻ വിചാരിക്കും നന്ദ ഇതെങ്ങനെയാണ് ശ്രുതി ഇട്ട് പാടുന്നത്, മറ്റേ ഇങ്ങനെ എന്തെങ്കിലും ഫോണിൽ ഇട്ടേക്കുവാണെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി വരണം പാടുവോ? ഞാൻ ഏതെങ്കിലും കൃതി പാടിയാൽ മതിയോ? മുമ്പേ പറഞ്ഞ പോലെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. കൂടാരൈ വെല്ലും ചേർ ഗോവിന്ദ, കൂടാരൈ വെല്ലും ചേർ ഗോവിന്ദ, ഉன்றென்னை പാടി
நாடு புகழும் பரிசினால் ஒன்றாக சுடகமே தோள் வலையே தோடே செவே பூவே கூடாரை வெல்லும் ஷேர் ഗോവിന്ദ. എന്ത് രസമായിട്ടാ പാടുന്നേ. എനിക്കിങ്ങനെ ഞാൻ ഇത്ര അടുത്തൊന്നും ഇങ്ങനെ എന്റെ കൃതികളല്ലേ, കൃതി എന്നല്ലേ പറഞ്ഞേ, കേട്ടിട്ടില്ല കേട്ടോ. എന്ത് രസമായിട്ടാ അല്ലേ പാടുന്നത്. ഇവരോടൊക്കെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് റെസ്പെക്ട് തോന്നുന്നു ഇങ്ങനെ പാടുന്നവരോടൊക്കെ അല്ലേ. ആ ഒരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അടുത്ത് കേൾക്കുമ്പോഴത്തേക്കിന്. ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഇപ്പം വായിക്കറിയാം? ഞാൻ അത്ര പ്രോ ഒന്നല്ല, തന്നെ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഗിറ്റാർ അറിയാം, കീസ് വലിയ കുഴപ്പമില്ലാണ്ട് അറിയാം. ബേസിക് കോഡ്സ് എനിക്ക് അറിയാവുന്ന പാട്ടിന്റെ കോഡ്സ് ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ പാടും, അങ്ങനെ വായിക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ ഭയങ്കര പ്രോ ഒന്നല്ല. എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എത്രത്തോളം ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇതല്ലേ നമ്മള് തമ്പുരു, ഇതാണ് കേട്ടോ. നമ്മള് എന്തായിരുന്നു അതൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ കോമ്പറ്റീഷൻ ആയിരുന്നു. അന്ന് പ്രൈസ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇത്ര അടുത്ത് കേൾക്കുമ്പോഴേ അല്ലെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ദൈവം നമുക്ക് തരുന്നൊരു വരദാനമാണല്ലോ പാട്ട് പാടുക എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരിതല്ലേ, ഒരു ഇമോഷനിലാവും നമ്മള്. എനിക്കിത് കേൾക്കുമ്പോഴല്ലേ ഭയങ്കര ഒരു ഇമോഷൻ. ഇതിൽ ആക്ച്വലി ശ്രുതി ചേർത്ത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും, തമ്പുരുവിൽ ശ്രുതി ചേർത്ത് പാടാൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ലോങ് നോട്ട് സസ്റ്റൈനില് ഇതാണ് യൂസ് ചെയ്യുന്നത്. ആണോ? അതൊന്ന് പ്ലേ ചെയ്യോ എങ്ങനെയാന്ന്? അതൊന്നുമില്ല, ഇത് പ്ലേ ചെയ്യാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ ഇങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ എങ്ങനെ വേണം ഇതിങ്ങനെ ചേർക്കാൻ, ഇതിലോട്ട് ശ്രുതി ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാണല്ലേ. ഭയങ്കര ഇതൊക്കെ ആര് ചെയ്തിട്ട്? ഇതെല്ലാം നന്ദേൻ്റെയാണോ? ഇത് അമ്മ മേടിച്ച സാധനം. ഇതിൽ ഞാനിങ്ങനെ സാധനം വെക്കുന്നതേ ഉള്ളൂ, എല്ലാം അമ്മയുടെ പ്രവൃത്തിയാണ്. നന്ദേൻ്റെ ഒരു കുഞ്ഞിലത്തെ ഒരു ഫോട്ടോ ഇടുന്നുണ്ട്. ഭയങ്കര അന്ന് മറ്റേ മോഡലായിട്ടൊക്കെ ഓർമ്മിപ്പിക്കല്ലോ ഇതൊക്കെ നടന്ന സെക്കൻഡ് ഹാൻഡ് എംബാരസ്മെന്റ്. ഇതാണല്ലേ നന്ദയുടെ. ഇത് ആക്ച്വലി തുറന്നാൽ തന്നെ നല്ല വൃത്തിയാ, ബിക്കോസ് ഞാനല്ല എൻ്റെ അമ്മയാണ് സൂക്ഷിക്കുന്നത്. തുറക്കണ്ട, തുറന്ന് കാണിക്കണ്ട. കണ്ടാ പിന്നെ മറ്റേ അമ്മ മുമ്പ് പറഞ്ഞല്ലേ ഇവിടെ ഏറ്റവും വൃത്തിയില്ലാത്ത പറയും. അപ്പൊ ഇതാണ് നന്ദയുടെ അല്ലെ, നന്ദയുടെ ഒരു ലോകം. ഇവിടെയാണ് നന്ദ എല്ലാ പാട്ടുകൾ പാടുന്നതും പഠിക്കുന്നതും, അതേപോലെ കോളേജിലെ എല്ലാം പഠിക്കുന്നത് ഇവിടെയാണ്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര പീസ്ഫുൾ അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ ബാക്കി വീടുകളിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. അയ്യോ ഇത് കൊള്ളാലോ. ഇവിടെ നന്ദേന്റെ ഫാമിലി ഫോട്ടോസ് ഉണ്ട്. ആന്റി നന്ദ അച്ഛൻകുട്ടിയാണോ? കാണാനെല്ലാം അച്ഛനെ പോലെയാണ്. കാരണം ഞാൻ അവിടെ കണ്ടു ഒരു ഫോട്ടോ അച്ഛന്റെ മോളെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കുറച്ച് വലുതായി ആകുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് എന്റെ ഇതുണ്ട്, കുറച്ച് പേരൊക്കെ പറയാറുണ്ട്. അതർവൈസ് ദേവനെ പോലെ തന്നെയാണ്. കണ്ണൊക്കെ കുറച്ച് ബ്രൗൺ ആണ്, കുറച്ച് പൂച്ചക്കണ്ണ് പോലത്തെ അല്ലേ, അങ്ങനെയൊക്കെ തന്നെ പറയാം. അച്ഛന്റെ കുറച്ചുകൂടെ ഭയങ്കര ലൈറ്റാ, ഭയങ്കര ലൈറ്റ്. ഇതിലെ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി വാങ്ങിച്ചപ്പോ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതോ നിങ്ങൾ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത്? നമ്മള് വാങ്ങിച്ചു തന്നെയാണ്. ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്കെലറ്റനെ കിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഇന്റീരിയേഴ്സ് എല്ലാ കാര്യങ്ങളും. ഇതിന്റെ എല്ലാം പുറകിലത്തെ ഐഡിയ ആന്റിയുടെ ആണോ? ഇതെല്ലാം നമ്മള് മുമ്പേ വാങ്ങിച്ചതാ, പഴയ ഫ്ലാറ്റില് ആ സമയത്ത് തന്നെ വാങ്ങിച്ചു. നല്ല ഈട്ടിയുടെ ഫർണിച്ചർ, അപ്പൊ അത് ഡിസ്പോസ് ചെയ്യണ്ടെന്ന് തോന്നി. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും സെറ്റ് ആയി. ഇവിടെ അതറിയോ ആന്റിയൊക്കെ ആ കണ്ണൂര് കുറെ പഴമയിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫ് പോയിട്ട് എനിക്കത് അത് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് കുറെ ശ്രമിക്കുന്നുണ്ടെന്ന് അല്ലേ, കുറെ വുഡൻ അല്ലേ അങ്ങനെ. കാരണം നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്കും എല്ലാം കുറച്ചുകൂടെ മോഡേൺ രീതിയിലല്ലേ. കോണ്ടംപററി ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. ഇതിന് എപ്പോഴും ആ ഒരു പിന്നെ ബ്യൂട്ടി ഉണ്ട്, പഴയ സാധനങ്ങൾക്ക് എപ്പോഴും ആ ഒരു വാല്യൂ ഉണ്ട്. പിന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം വരില്ല. അങ്ങനെ ശരിയാണ്. ഇവിടെ അതേപോലെ നന്ദയുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അച്ഛനും അയ്യോ ആന്റി ചെറുപ്പത്തിൽ കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു അല്ലേ, കുറച്ചുകൂടെ വണ്ണമുള്ള ഒരു ആന്റിയെ കാണാം. എന്ത് അനിയൻ എവിടെ? അനിയച്ചാരെ ഞാൻ കണ്ടതേ ഇല്ല കേട്ടോ. ലാപ്ടോപ്പിന്റെ മുമ്പിലിരിക്കുകയാണ്. ക്യൂട്ട് ബേബി ആണല്ലേ. ഇപ്പൊ കേക്കണ്ട, ഇപ്പൊ പറയും ക്യൂട്ടല്ലോ എന്ന് പറയുന്ന പോലെ ആയിപ്പോ. ഇവരമ്മ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? നന്നായിട്ട്
ആണല്ലേ? ഇപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്? അതായത് ഫിസിക്കലി ഫൈറ്റ് ഉണ്ടാവാ, ഫിസ്റ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കാൽ പിടിച്ച് വലിക്കുക, മുടി പിടിച്ച് വലിക്കുക, ചവിട്ടുക, നല്ലോണം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇത്ര ചിലപ്പോ ഇവളാണോ ചെറുതെന്ന് തോന്നിപ്പോവും നമുക്ക്. ആണോ? അതുപോലെ നമ്മള് സ്റ്റാസ്റ്റിക് കാണുന്ന തന്നെയല്ല, വീട്ടിലല്ലേ? ഓക്കെ, ഇത് പൂജാമുറി ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും അല്ലേ ആൻറ്റി? മെയിന് എന്താണ് നന്ദയുടെ ഒരു ഇഷ്ട ദൈവം അങ്ങനെയൊക്കെ ഉണ്ടോ? ശിവൻ. ശിവൻ, കൃഷ്ണൻ മെയിനായിട്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണുമല്ലോ അല്ലേ? മെയിനായിട്ട് ശിവനും കൃഷ്ണനാണ് എൻ്റെ. ഐ മീൻ ഞാൻ അങ്ങനെ വെച്ചാൽ ഇഷ്ടദൈവം എന്നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു രൂപം വരുന്നത്, അതായത് ഒരു നമ്മുടെ മുകളിലൊരു പവർ ഉണ്ട്, അതിനൊരു രൂപം കൊടുക്കുന്നത് ഞാൻ ശിവനും കൃഷ്ണനുമാണ് കൂടുതൽ. പോവാറുള്ളത് മയിലാളത്ത് ശിവ ടെമ്പിൾ ഉണ്ടല്ലോ എടപ്പള്ളിയിൽ. അവിടെ എപ്പോഴും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു പീസ്ഫുൾ അല്ലേ, മനസ്സൊന്ന് ശാന്തമാകും അല്ലേ? ഇപ്പം ഈ സ്റ്റാർ സിംഗറിന്റെ വേദിയിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് പാട്ട് പാടുമ്പോഴൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. നന്ദയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ ആ നഗുമൊക്കെ പാടുന്നതിന് മുമ്പ് സൗണ്ട് ഒക്കെ പോയിട്ട് ഇന്നൊരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലേ ഈ ദൈവങ്ങളൊക്കെ തന്നെ പാടി, അതായത് വൃത്തിയിൽ പാടാൻ പറ്റണേ വൺ തിങ്, പക്ഷെ തൊണ്ടില്ലാത്ത സമയത്ത് ഈശ്വര തൊണ്ട പോവാണ്ട് എങ്ങനെയും പാടാൻ പറ്റണേ എന്നുള്ളൊരു സാധനം, അത് വലിയ കുഴപ്പമില്ലാണ്ടെന്ന് സംഭവിച്ചു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലേ? മറ്റേ നമ്മുടെ ആരായിരുന്നു അബിനോട് പാടുമ്പോഴാണ് തോന്നുന്നു തങ്കത്തിങ്ങൾ പാടിയപ്പോഴല്ലേ? അതെന്താ ഇൻസിഡന്റ്? അത് ചുണ്ടൂർ തമ്മില്, അതായത് നമ്മളവിടെ സ്റ്റേജിൽ ഒന്നാമത് ഭയങ്കര AC അവിടെ, നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാലും അവിടെ പാടുമ്പോഴത്തേക്കും നമ്മുടെ വാ മുഴുവൻ ഡ്രൈ ആവും. പിന്നെ ഈ ലിപ്സ്റ്റിക്, എനിക്ക് പൊതുവേ മേക്കപ്പിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ അന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതും ഭയങ്കര ഡ്രൈ ആയി. ഞാൻ മറ്റേ ലിപ് ബാം ഒന്നും ഇട്ടില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് വെറുതെ ഇട്ടപ്പോൾ അത് ഡ്രൈ ആയി. അപ്പോൾ പിന്നെ ഞാൻ എന്തോ വാന്നോ എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങനെ പറ്റിപ്പോയി. എന്നിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പം ഞാനത് ആലോചിച്ച് എൻ്റെ വരി പോയിട്ടുണ്ട്. അതെ, ഇങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കിനല്ലേ നമ്മൾ ദൈവത്തെ അറിയാതെ വിളിച്ചു പോകും. അതായത് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ആ 5 മിനിറ്റിൽ 5 മിനിറ്റ് 10 മിനിറ്റിൽ നമ്മുടെ പെർഫോമൻസിലാണല്ലോ മാർക്ക് വീഴാൻ പോകുന്നത്. അതെല്ലാം കൂടെ ഒന്നിച്ച് നല്ലതായിട്ട് വരേണ്ടത് ദൈവത്തിന്റെ കടാക്ഷം. ഇത് ഗണപതി വിഗ്രഹമാണോ ആന്റി? അത് ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയതാ. അപ്പൊ അല്ലെങ്കിലും ഞാൻ വിചാരിച്ചു നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു ഗണേശ ഇത് നല്ലതാണ്. ഇത് അങ്ങനെയല്ലേ പറയുന്നത്? എനിക്കറിയില്ല. ഗണപതി. ഇതിനകത്തും ഒരുപാട് വിഗ്രഹങ്ങളും ഇതിനെന്തായിരുന്നു പറയുന്നത്? ഇതിനകത്തും ഭയങ്കര ഒരു അല്ലേ? എന്നും രാവിലെ ഇങ്ങനെ ഞാൻ വൈകുന്നേരം പിന്നെ നിങ്ങൾ അയ്യോ നമ്മള് വന്നത് കൊണ്ട് ഇന്ന് അതൊന്ന് മുടങ്ങി കേട്ടോ. ഉള്ള സ്പേസില് അല്ലെ നമ്മള് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തില്. അത് ഗോകുലിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. ഏതാ? ഇത് 2 വേണേ പറയാം. ഇത് 2 ഇത് ഗോകുലിന്റെ അമ്മ തന്നതാ. ഇത് ലക്ഷ്മി ദേവി. ഇത് കൃഷ്ണനും രാധ. ഇത് അടച്ചേക്കട്ടെ. ഓ യെസ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. അത് വേറെ എൻ്റെ തന്നെയായിരുന്നു. ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാള് പാട്ട് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. അതങ്ങനെ യൂസ് ചെയ്യാണ്ട് അത് ചീത്തയായിരുന്നു. ഇവിടുത്തെ നമ്മള് ഗ്ലാസ് ഒക്കെ വെക്കാൻ ആന്റിയുടെ തന്നെ ആന്റി തന്നെയാണ് ഇതിന്റെ പിന്നിലും സ്പെഷ്യൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കാ കോൺഫ്ലെക്സ് മറ്റേ അത് പക്ഷെ അമ്മ ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ഉപ്മാവ്, പുട്ട് ഇതൊക്കെ ആയിരിക്കും ഉണ്ടാക്കണേ. അതില്ലാത്ത സമയത്ത് പാലും കോൺഫ്ലെക്സും പാലും ചോക്കോസും പിന്നെ ബ്രെഡും ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് മാറ്റി പിടിക്കണമല്ലേ? അതെ. ഇവിടെ ഇത് ഇതെന്താ? ഡ്രൈ ഫ്ലവേഴ്സ്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെച്ചേക്കാണല്ലേ? ഓക്കെ. ഇതും റൂമാണോ? ഇത് കണ്ണന്റെ അനിയച്ചാൻ അവിടെ ഉണ്ട്. ഞാൻ അകത്തേക്ക് നമ്മള് വന്നപ്പോഴേ ആളവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മുമ്പിലൊന്നും വരാതെ. ജസ്റ്റ് ഒന്ന് വരാൻ പറ്റുമോ? ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ആളെ പരിചയപ്പെടുത്താൻ. ആണോ? എന്തായിരുന്നു പേര്? സിദ്ധാർത്ഥ്. ഹലോ. എന്റെ അനിയൻ സിദ്ധാർത്ഥ്
വന്നപ്പോഴേ പറഞ്ഞു സിദ്ധാർത്ഥ് ഇങ്ങനെ എന്താ ചെയ്യുന്നത്? 9th പഠിക്കുന്നത് അല്ലേ? ഏത് സ്കൂളിലാ? വിദ്യോദയ. വരാറുണ്ടോ കൂടെ? ആണല്ലേ? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നല്ലേ ഇങ്ങനെ ആളിങ്ങനെ ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഇങ്ങനെ നമ്മൾ വന്നപ്പോഴേ ആളിങ്ങനെ അകത്തിരിക്കുക. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് അഭിഷേകം. അഭിഷേകം അല്ലേ? അമ്മ പറഞ്ഞു ഭയങ്കര വഴക്കാതെ രണ്ടുപേരൂടെ. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് അല്ലേ? പാവം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, പോട്ട് പാവം. താങ്ക് യു സിദ്ധാർത്ഥ്, കുറച്ചു നേരം ആണെങ്കിലും വന്ന് അല്ലേ മുഖം കാണിച്ചതില് താങ്ക് യു സോ മച്ച്. നന്ദ, ഇത് കഴിയുമ്പോൾ അത് വാങ്ങിച്ചോണം കേട്ടോ. അതപ്പം നമ്മുടെ കണ്ണന്റെ റൂമാണ്. ഇത് ആന്റിയുടെ റൂം. ഓക്കെ, ഇവിടെ നമുക്ക് കയറാം. ഇത് ആന്റിയുടെ മൃദുല ആന്റിയുടെ റൂമാണ്. ഇവിടെ ഇതുപോലെ തന്നെ ആന്റിയുടെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ആന്റിക് പീസ് ഒരു ക്ലോക്ക് ഉണ്ട്. ഇത് ആരെ ഗിഫ്റ്റ് തന്നെയാണ് ആന്റി? എനിക്ക് ആന്റിക്ക് ഇത് ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാരും അത് നോക്കി തന്നെ ഗിഫ്റ്റ് ചെയ്തത്. ഇവിടെ ഇതുപോലെ ആന്റിക്ക് ഇഷ്ടമുള്ളത് തന്നെ കളർ പാലറ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. റെഡ് അല്ലേ? അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തൊന്നുമല്ല, റീപെയിന്റ് ചെയ്തപ്പോ ഓക്കെ ഒരു വോള് മാത്രം ഒരു ഡിഫറെന്റ് കളർ ആയിക്കോട്ടെ. എനിക്ക് ആക്ച്വലി പ്യുവർ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് സമ്മതിക്കില്ല, ഭയങ്കര ഡേർട്ടി ആവുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് പ്യുവർ വൈറ്റ് ചെയ്യണം എന്നുണ്ട് ഒരാഗ്രഹം. അത് ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴൊക്കെ അത് വേണേ വൈറ്റ് ചെയ്യാം അല്ലേ? ഇതെന്താന്നറിയാം, ആക്ച്വലി നമ്മളിവിടെ വന്നിട്ട് 12 കൊല്ലമായല്ലോ. അപ്പൊ ഓരോ കൊല്ലവും ഓരോ ഡിഫറൻസ് ഉണ്ടാവും. ഈ വീട് ഫസ്റ്റ് വന്ന പോലെ അല്ല ഇരിക്കാറുള്ളത്, ഓരോ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റം ഇനി വീണ്ടും നമുക്കിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും കബേർഡ് സ്പേസ് ഒന്നും പോരാതെ വരും. ശരിക്കും കുറെ സാധനങ്ങൾ ഇപ്പൊ മോൻ വലുതാവും തോറും അവന്റെ സാധനങ്ങളും കൂടി വരും. അപ്പൊ അവന് ആക്ച്വലി കബേർഡ് ഇല്ല, അവന് സ്റ്റഡി ടേബിൾ ഇല്ല, ഭയങ്കര കംപ്ലൈന്റ്സ് ആണ്. ഇവർക്ക് സ്റ്റഡി ടേബിൾ ഉണ്ട് പക്ഷെ അവന്റെ ചെറുതായി. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ അവിടെ ഒരു വാർഡ്രോബ് എന്തെങ്കിലും വരും. അങ്ങനെ ചേഞ്ചസ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച്, അല്ലാതെ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. നമ്മുടെ ആവശ്യങ്ങൾ കൂടുമ്പോ നമ്മൾ അതിനനുസരിച്ച്. ആൾക്ക് ഇതുപോലെ മ്യൂസിക്കിലൊക്കെ കമ്പമുണ്ടോ? അപ്പൊ പാട്ട് പഠിക്കുന്നുണ്ട് ആണല്ലേ, പക്ഷെ ഭയങ്കര മടിയാ. ഇന്ന് ആക്ച്വലി 8 o'clock ക്ലാസ് ഉള്ളതാ, ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണു 8 മണിക്ക് ക്ലാസ്. ഇന്ന് അവരെല്ലാം വരുന്നില്ല, ഇന്ന് വേണ്ട. അതൊരു കാരണമാക്കി എടുത്തു, റീസൺ അതാണ്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ മൃദുല ആന്റിയുടെ റൂം. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ കബോർഡ്സ് ഒക്കെ ഉണ്ട്. ആന്റി പറഞ്ഞു പക്ഷെ ഇത്രയും കബോർഡ് ഉണ്ടെങ്കിൽ ഇതൊന്നും മതിയാവുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ മൃദുല ആന്റിയുടെ റൂമില് കുറെ കാര്യങ്ങൾ കണ്ടു. ഇത് ഭയങ്കര രസമായിട്ട് ഞാൻ വന്നപ്പോ കണ്ടു. ഇത് എന്തിനാ പറയുന്ന പേര്? അത് ഫസ്റ്റിലുള്ളത് സാക്സോഫോണാണ്, മറ്റേത് ബ്രാസ് ട്രംപറ്റ് ആണ്, മറ്റേത് ഗിറ്റാർ. ഓ, ഇതൊക്കെ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരാണല്ലേ? ഞാൻ വിചാരിച്ചത് എന്താ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഈശ്വര. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നന്ദയുടെ വീട്ടിലെ വിശേഷങ്ങൾ. നന്ദ ഇപ്പോൾ രണ്ടാമത് നമ്മുടെ സ്റ്റാർ സിംഗർ ഒരു രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് കടന്നേക്കുവാണ്. എന്താണ് ഇപ്പം എങ്ങനെയുണ്ട്? അതായത് ഫസ്റ്റ് ഷെഡ്യൂളിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണോ സെക്കൻഡ് ഷെഡ്യൂള്? എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള, പിന്നെ ഈ വേദി ആഗ്രഹിച്ചു വന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ 2 വയൽക്കാട് വന്നു, ഫിനൂബിനും അർച്ചന ചേച്ചിയും. അപ്പോൾ അവരാണെങ്കിലും അസാധ്യമായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. എല്ലാവരും വോക്കൽ ക്വാളിറ്റി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഞാൻ തുടക്കത്തിൽ പാടിയ പോലെ അല്ല ഇപ്പൊ പാടുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു മെന്റർഷിപ്പ് ഭയങ്കരമായിട്ട് സ്റ്റാർ സിംഗറിൽ വന്നേ പിന്നെ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ സിംഗേഴ്സിൻ്റെയാണ്. അത് അവരുടെ തുടക്കത്തിലെ പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പെർഫോമൻസസ് ആണെങ്കിലും അതൊരു ഒന്നൊന്നര എപ്പിസോഡ്സ് ആയിരിക്കും എന്തായാലും. ആരും എന്താ പറയാ, ആരും പ്രതീക്ഷിക്കില്ല അത്തരത്തിലുള്ള. ഇപ്പൊ ദിശയുടെ കൂടെ തന്നെ സെക്കൻഡ് ഡ്യുവറ്റ് പാടുന്നു, അതും അന്ന് ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം കണ്ടു, അതായത് പാട്ടായിരുന്നു നമ്മുടെ നഗുമോ പോലെ തന്നെ കഴിഞ്ഞ ദിവസവും സ്വാമിനാഥ രണ്ടുപേരോടെ പാടുന്നത് കേട്ടു. ഓ, ഭയങ്കര രസം ഉണ്ടായിരുന്നത്, ഗംഭീര പെർഫോമൻസ്. അപ്പൊ അങ്ങനെ എല്ലാവരും അതുപോലെ ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന മെന്റർഷിപ്പും അടിപൊളിയാ. ഇതൊരിക്കലും എന്താ പറയാ, വേറെ എവിടെ നിന്ന് ഇതുപോലുള്ള ഒരു നമുക്ക് ട്രെയിനിങ് കിട്ടില്ല. ഇത് സ്റ്റാർ സിംഗർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു എന്താ പറയാ പ്രൗഢിയും അതിന്റെ ഒരു ഗാംഭീര്യം ഒന്നും വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. പ്രത്യേകിച്ച് സർഗോ സാറിന്റെ ഒക്കെ ഒരു എന്താ പറഞ്ഞ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നപ്പോഴത്തേന് അതിന്റെ ഒരു
ലെവൽ തന്നെ മാറിപ്പോയി അല്ലേ സ്റ്റാർ സിംഗറിന്റെ. ഇപ്പൊ അതെന്താണെന്നറിയോ, പണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന സമയത്തൊക്കെ അതിപ്പോ എങ്ങനെയാ പറഞ്ഞത്, ഇവരുടെ ഒരു ഭാഷയെ പറയാൻ എനിക്കറിയില്ല. നമ്മളിപ്പോ ഒരു പാട്ടെടുക്കുവാണെങ്കിൽ അതിലൊരു മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും കാണുമല്ലോ. അത് ഇപ്പൊ ഒരു പെൺകുട്ടി പാടുവാണെങ്കിൽ പെൺകുട്ടി ആളുടെ സൗണ്ടിൽ തന്നെ പാടിപ്പോവും, ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി ആ സൗണ്ടിൽ തന്നെ പാടിപ്പോവും. പക്ഷെ ഇപ്പൊ ഞാൻ കാണുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇപ്പൊ നന്ദൻ എന്തോരം പാട്ട് പാടിയിരിക്കുന്നു. അതില് മെയിൽ വേർഷൻ വരുമ്പോഴത്തേക്കും നന്ദൻ മെയിൽ വോയിസിൽ പാടുന്നു, ഫീമെയിൽ വോയിസിൽ പാടുന്നു. ആ മോഡുലേഷൻ പെട്ടെന്നാണ് വരുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇതെങ്ങനെ സാധിക്കുന്നു അല്ലെ. ജൂംബരാബര ഏതായിരുന്നു ഞാൻ ഊലാല പാടി റംത ജോഗി ഏതോ ഒരു പാട്ട് ഭയങ്കര ഒരു അല്ലേ മോഡുലേഷൻ പെട്ടെന്ന് മാറ്റി. അത് ഏത് പാട്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലെ. ഇതുപോലെ ഒരു റാപ്പ് പോലെ അരവിന്ദും കൂടെ പാടിയ റംത ജോഗി. അതും ഇതുപോലെ ഞങ്ങള് ആക്ച്വലി ഓരോ പാട്ടിനും നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യണം. അവിടെ നമ്മളുടെ ഒരു കംഫർട്ട് സോൺ വിട്ടുപിടിക്കാൻ എല്ലാവരോടും പറയുന്നുണ്ട്. നമ്മളെല്ലാവരും അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ഇവര് മെന്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ആ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. നമ്മൾ അത്രയും എഫേർട്ട് കൊടുത്തിട്ടും അതുപോലെ ട്രെയിനിങ്ങുമാണ് അവിടെ തരുന്നത്. ഒരു സിംഗിൾ ഒരു പാട്ട് പാടിയിരുന്നില്ല ഇതുപോലെ വോയിസ് ചേഞ്ച് ചെയ്ത്? അതായിരുന്നു അല്ലെ, ഒരു യെല്ലോ ഡ്രസ്സിലോ റെഡ് ഡ്രസ്സിൽ. അതിലല്ല ചോദിച്ചേ. ചിത്രാമ്മ പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നും ഇല്ലാതല്ലേ ഒരു വോയിസ് മോഡുലേഷനിൽ പാടിയ ഒരു അല്ലെ, ഒരു ഫീമെയിലും മെയിലും കൂടെ പാടിയ ഒരു പാട്ട്. അത് ശ്രേയ ഘോഷാലും ബപ്പി ലഹരി സാറും കൂടെ ചെയ്ത് പാടിയ പാട്ടായിരുന്നു, മറ്റേ ഡേർട്ടി പിക്ചറിലെ. അപ്പൊ അത് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചു രണ്ടും ഫാസ്റ്റ് സോങ് റൗണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോ അവിടെ നിന്ന് ശ്വേത ചേച്ചി, എൻ്റെ മെന്ററാണ് ശ്വേത ചേച്ചിയും മിഥുൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എന്താ പറയാ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്ക്, ഇങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതെങ്ങനെ ഇങ്ങനെ വോയിസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? കാരണം നമ്മുടെ ഒരു നോർമൽ വോയിസ് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നൊരു നന്ദയുടെ പ്രത്യേകത പറഞ്ഞാൽ ഏത് പാട്ടിനും ആ പാട്ടിനനുസരിച്ചുള്ള വോയിസിലേക്ക് നന്ദ മാറും. കാരണം നേരത്തെ ഒരിക്കല് എന്തായിരുന്നു നിലാപ്പൊങ്കലായല്ലോ എന്നുള്ള പാട്ട് വന്നപ്പോഴത്തേക്കിന് അതിന്റെ ഒരു മോഡുലേഷന് ഇപ്പൊ ഓരോ പാട്ടിനും ആ പാട്ടങ്ങ് അഡാപ്റ്റ് ചെയ്ത് പാടുണ്ട്. എങ്ങനെ ഈ വോയിസ് എല്ലാം ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? ഒന്ന് നമ്മൾ ഈ ഒരു പാട്ട് കിട്ടുമ്പോൾ നമ്മളത് കുറേ തവണ കേൾക്കുമ്പോൾ നമുക്ക് ആ സിംഗറിന്റെ മോഡുലേഷനും അതും ഇതൊക്കെ നമ്മളുടെ മസിൽ മെമ്മറിയിൽ ഓൾറെഡി വരും. അത് ഓൾറെഡി കുറേ തവണ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അധികം ട്രെയിൻ ചെയ്യേണ്ടി വരില്ല. എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഭയങ്കര കറക്ഷൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഗ്രൂമിങ്ങിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 3-4 ദിവസം ഇതന്നെ പാടിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ തന്നെ കറക്ഷൻസ് വരുത്തും. ഓരോ വരി പാടുമ്പോഴും അവിടെ തെറ്റി ഇവിടെ തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പകുതി ആക്ച്വലി നമ്മളിവിടെ പഠിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും അവിടെ ചെന്നിട്ടാണ് മെയിൻ വർക്ക് ഒക്കെ നടക്കുന്നത്. ഈ 2 പാട്ടിൽ ഏതൊരു പാട്ട് പാടുവോ? അതായത് ഇപ്പൊ ഈ നിലാപ്പൊങ്കലായല്ലോ എന്നുള്ളതും മറ്റേ ഒരു ഹിന്ദി സോങ്ങില് രണ്ടും പെട്ടെന്ന് മോഡുലേഷൻ മാറ്റിയതല്ലേ ആ ഉലാലുള്ള പാട്ട്. അതിലേതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടുവോ? ഏതാ ഇപ്പൊ പാടാം? മോഡുലേഷൻ മാറ്റി തന്നെ പാടിക്കോളൂ. चुपकी जो तूने काटी है जोरे से काटी है यहाँ वहाँ, रूठी हो मैं तुझसे रूठी हो मुझे मना लेना ओ जान जा, छेड़ेंगे हम तुझको लड़की तू है बड़ी बुम्बाट, आहा 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 उलाला 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 तू है मेरी फैंटेसी, छूना ना छूना ना छूना ना छूना ना अब मैं जवा हो गई. ഈശ്വര ക്രഷ് അടിക്കുന്നില്ല മറ്റേ ഇതിനകത്ത് മെയിൽ സിംഗറിനോട്. അയ്യോ ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ അല്ല ഇത്രയും സ്വിച്ച് ചെയ്യാനൊക്കെ. ഇതെങ്ങനെ വരുന്നത്? ഇടയ്ക്കെങ്കിലും തൊണ്ടയൊക്കെ പോകത്തില്ലേ? ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഫുൾ ശോകമായിരുന്നു. ഇങ്ങനെയൊന്നുമല്ല, പിന്നെ പാടി പാടി ശരിയാക്കി എടുക്കുന്നതാണ്. അതിനനുസരിച്ച് വർക്ക്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ വെയിൽ ചില്ല എന്നുള്ള പാട്ടില്ലേ, ആ പാട്ട് പാടിയിട്ടുണ്ടോ സ്റ്റാർ സിംഗർ എപ്പോഴെങ്കിലും? ഇല്ല പാടിയിട്ടില്ല. ആക്ച്വലി നമുക്ക് റൈറ്റ്സിന്റെ ഇഷ്യൂ വരുന്നത് കാരണം നമുക്ക് എല്ലാ പാട്ടും അങ്ങനെ പാടാൻ പറ്റില്ല. പിന്നെ യൂട്യൂബിൽ ഇപ്പൊ
അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചിലതിന് ടെലികാസ്റ്റ് റൈറ്റ്സ് ഉണ്ടാവും, ചിലതിന് അല്ലാണ്ട് ഡിജിറ്റൽ റൈറ്റ്സിലാണ് യൂട്യൂബിൽ ഇടാൻ പറ്റുന്നത്. ചില പാട്ടുകൾക്ക് ടെലികാസ്റ്റ് റൈറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ടി വിയിലും ഹോട്ട്സ്റ്റാറിലും മാത്രമേ വരുള്ളൂ, യൂട്യൂബിൽ വരത്തില്ല. ഈ പാട്ടൊന്നും പാടും വെയിലില്ല. ലിറിക്സ് ഞാൻ നോക്കട്ടെ. ലിറിക്സ് വേണോ? വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ പാട്ടിൽ രാരീരം രാരോ അതു മനമാകെ നിറഞ്ഞേ ഓരോ കടങ്കഥകളായി കാണാൻ പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ ഓരോ കടങ്കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. താങ്ക് യു. ഇപ്പൊ നമ്മുടെ ലോ സ്റ്റുഡന്റ് ആണ് കേട്ടോ. ഇപ്പൊ എത്രാമത്തെ ഇയർ ആണ് നിൽക്കുന്നത്? ഞാനിപ്പോ തേർഡ് ഇയർ ആണല്ലോ. എങ്ങനെ പോകുന്നു വക്കീൽ പഠിത്തമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ആക്ച്വലി സ്റ്റാർ സിംഗറിൽ ഇതിന്റെ ഷൂട്ടും ഗ്രൂമിംഗ് ഒക്കെ കാരണം ക്ലാസ് മിസ്സാവുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ എന്നെ എക്സാംസും കുറച്ച് എന്താ പറയുക മിസ്സാവുന്നുണ്ട്. അപ്പം എല്ലാം എഴുതിയെടുക്കണം. പിന്നെ എങ്ങനെയെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടീച്ചർ മിസ്സേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാലൊക്കെ പിടിക്കുമ്പോൾ എനിക്കുള്ള ഡൗട്ട് എന്നറിയോ, ഇത് കഴിഞ്ഞിട്ട് ഏതിൽ സ്പെഷ്യലൈസ് ചെയ്യും? ക്രിമിനൽ ലോയർ ആവുമോ, മറ്റേ ബിസിനസ് ലോയർ ആവുമോ? എന്ത് ടൈപ്പ് ഓഫ് ലോയർ ആവാനാണ് ഇഷ്ടം? ആക്ച്വലി ഞാനതൊന്നും ആലോചിച്ചെടുത്തതല്ല. ഞാൻ എൻട്രൻസ് എഴുതി കിട്ടി, അതുകൊണ്ട് കയറിയതാണ്. എനിക്കിഷ്ടമാണ്, സബ്ജക്റ്റ് ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ചിലവർക്കൊക്കെ ആദ്യമേ ഒരു വിഷൻ ഉണ്ടാവും. എനിക്കിതൊരു അങ്ങനെ ഒരു സാധനം ഉണ്ട്, എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടമാണ്. ആണല്ലേ? ഓ, ഇത് ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്രയും മറ്റേ പാട്ടൊക്കെ പാടി ഇത്ര സ്വീറ്റ് ആയിട്ട് നടക്കുന്ന ഒരാൾ എങ്ങനെ പോയി മറ്റേ ആർഗ്യൂ ചെയ്യും, പോയി കോടതിയിൽ പോയിട്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ അടി കൂടുന്ന ശ്രീരാഘുമായിട്ടാ. ആണോ? അതായത് ശ്രീരാഗ് ലോ സ്റ്റുഡന്റ് ആണ്. ശരി, ഇവർ രണ്ടും ലോ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ശ്രീരാഗ് എന്നെക്കാളും 2 കൊല്ലം സീനിയറാ. അപ്പോൾ അവനുമായിട്ട് ഞാൻ എന്നും അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുന്ന വരെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തരകയും പെട്ടെന്ന് കണക്റ്റ് ആവും അവൻ്റെ അടുത്ത്. ഇനി ലോ പഠിക്കുന്നോണ്ടാവും, പക്ഷെ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ രസാ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. മറ്റേ വീടൊക്കെ എക്സ്പ്ലോർ ചെയ്തു, നന്ദയുടെ റൂം കണ്ടു. അപ്പൊ എന്തായാലും നന്ദ, അപ്പൊ ഈ ഒരു സീസൺ നമ്മൾ സെക്കൻഡ് ഷെഡ്യൂളിലായി. എന്തായാലും എനിക്ക് തോന്നുന്നു ഒക്ടോബർ വരെയൊക്കെ നമ്മുടെ സീസൺ കാണുമായിരിക്കും അല്ലേ? ആ ഒരു എന്നാ കേൾക്കണ അറിയില്ല. അപ്പൊ എന്തായാലും ഇവരെല്ലാരും എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരാളുണ്ട്. നമ്മുടെ ഇപ്പൊ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട്, കഴിഞ്ഞ സീസൺ വരെയുള്ള, സീസൺ അല്ല ഷെഡ്യൂൾ വരെയുള്ള എല്ലാവരും എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ ആര് ജയിക്കും, ആര് വിന്നർ ആവുന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ എല്ലാവരെയും കാണുമ്പോഴും ആശംസിക്കാറുണ്ട്. എനിക്കും ഇപ്പൊ നന്ദ കാണുമ്പോഴും നന്ദയോട് എനിക്ക് പറയാനുള്ളത് വിന്നർ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത്രയ്ക്ക് സ്വീറ്റ് പേഴ്സൺ ആണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ നന്ദ വിന്നർ ആവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.